ധാരാളം ഇന്ത്യക്കാർ, അതിൽ തന്നെ ഒരുപാട് മലയാളികൾ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പ്രധാനമായിട്ടും കുടിയേറുന്ന ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. ഇപ്പോൾ അതേ UK തന്നെ ഒരു ആൻറ്റി ഇമിഗ്രൻ്റ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സമയങ്ങളിലും ഈ പ്രതിഷേധം അക്രമകരമായി പോകുന്നു, വയലൻസിലേക്ക് കടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പോലീസുകാർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു, പോലീസ് വാഹനങ്ങൾ, അവിടുത്തെ കെട്ടിടങ്ങൾ ഇവയൊക്കെ ആക്രമിക്കുകയും തീ വയ്ക്കുകയും ചെയ്യുന്നു മുതലായ വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലാപം ഈ ഒരു രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ ധാരാളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസ് UK ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും അവരുടെ സിറ്റിസൺസിന് വിവിധങ്ങളായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ, നൈജീരിയ, മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാരോട് ഇത്തരം പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകരുത് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ പൗരന്മാരോട് അവിടെ വിസിറ്റിന് മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിരിക്കുന്ന ആളുകളോട് കൃത്യമായ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാണാം. സോ ഇമിഗ്രേഷൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UK ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ഗവൺമെൻറ് നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ UK ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ക്രൈസിസ് ആണെന്ന് നമുക്കറിയാം. ഇതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ക്രൈസിസുകൾ ഉണ്ടാകുമ്പോൾ ഓരോ മനുഷ്യർക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ പല പ്രധാനപ്പെട്ട കമ്പനികളിലും AI കടന്നുവരവോടുകൂടി ഇത്തരം ടെക്നോളജികളിൽ അപ്ഡേറ്റ് ആവാത്ത ആളുകൾ മാസ് ലേ ഓഫ് നേരിടേണ്ടി വന്നത് ഇതുപോലെ തന്നെ ഒരു ക്രൈസിസ് ആണ്. അപ്പോൾ ഇത്തരം ക്രൈസിസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ AI പോലെയുള്ള ടെക്നോളജികളിൽ അപ്ഡേറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്രോത്ത് സ്കൂളാണ്. അവർ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു AI ആൻഡ് ChatGPT വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ChatGPT വർക്ക്ഷോപ്പാണിത്. ഇതൊരു പെയ്ഡ് വർക്ക്ഷോപ്പാണ്. പക്ഷേ അലക്സ്പ്ലെയിൻ്റെ പ്രേക്ഷകർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യത്തെ 1000 പേർക്ക് സൗജന്യമായി ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ChatGPT ഉൾപ്പെടെയുള്ള 20-ലധികം AI ടൂളുകളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പഠിപ്പിക്കുന്ന ഈ വർക്ക്ഷോപ്പിൽ ഓൾറെഡി 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുകയും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുകയും ചെയ്യുന്നത് കാണാം. ഇനി അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്, ബിസിനസ് സ്ട്രാറ്റജി, കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റയെ മിനിറ്റുകൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളോടെ പഠിപ്പിക്കുന്നത് കാണാം. ഇനി നിങ്ങൾ സെയിൽസ്, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻ ഇങ്ങനെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, ജോലി അന്വേഷിക്കുന്ന ആളുകളോ വിദ്യാർത്ഥികളോ ആയിക്കൊള്ളട്ടെ, സ്മാർട്ട് ജോബ് ഹണ്ടിങ് നടത്തുന്നതിനും ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനും കരിയർ ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ട് വർക്ക്ഷോപ്പ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലിങ്കുകൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ UK നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെയും വയലൻസിൻ്റെയും ഒക്കെ മൂല കാരണമായിട്ട് പറയുന്നത് ഈ അടുത്തിടെ അവിടെ ഉണ്ടായിട്ടുള്ള ചില ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് എന്ന് വാർത്തകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിന് കുറച്ചു കാലം മുന്നേ മുതൽ ഈ ഇമിഗ്രൻ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് UK നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ പല ഫാർ റൈറ്റ് വിങ് പാർട്ടികളും UK ഉണ്ടാകുന്ന പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെയും കാരണം ഇമിഗ്രൻസ് ആണ് എന്നൊരു വാദം മുന്നോട്ട് വെച്ച് ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻറ്റ് ആളുകളുടെ ഇടയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം കുടിയേറ്റക്കാരാണ്, ഇമിഗ്രൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കി അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടികൾ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം വാദങ്ങളുടെ ഭാഗമായിട്ട് പല തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും UK ഉയർന്നു വരുന്നതും ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള വാദങ്ങൾക്കൊക്കെ പതിയെ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തന്നെയാണ് കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കുള്ളിൽ UK വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള സിവിൽ അൺറസ്റ്റുകൾ ഈ ഇമിഗ്രൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജൂലൈ 19 ഈസ്റ്റ് ലണ്ടനിൽ ബംഗ്ലാദേശി ഇമിഗ്രൻസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയാണ്. കാരണം ആ സമയത്ത് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധത്തെ അനുകൂലിച്ചുകൊണ്ട് കുറച്ച് ആളുകളും അതിനെ പ്രതികൂലിച്ചുകൊണ്ട് കുറച്ച് ആളുകളും തെരുവിലിറങ്ങുകയും അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാവുകയും ഇതിനെ നിയന്ത്രിക്കാൻ വന്നിട്ടുള്ള 2 പോലീസുകാർക്ക് പരിക്ക് പറ്റുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് റൊമേനിയൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടുത്തെ സോഷ്യൽ വർക്കേഴ്സിനും ഗവൺമെൻറ്റിനും എതിരെ നടത്തുകയും അത് 3-4 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ഒപ്പം തന്നെയാണ് ജൂലൈ 25 മാഞ്ചസ്റ്ററിൽ UK പോലീസ് ഇമിഗ്രൻസിനെതിരെ സിസ്റ്റമിക് റേസിസം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇമിഗ്രൻസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അപ്പോൾ UK പല പ്രശ്നങ്ങൾക്കും കാരണം ഇവിടുത്തെ ഇമിഗ്രൻറ്റ് പോപ്പുലേഷനാണ് എന്നുള്ള വാദം ഫാർ റൈറ്റ് വിങ് ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് അവരുടെ വാദത്തിന് ആക്കം കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ട്രിഗർ ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ഒരു പുതിയ വാദവും ഈ ഫാർ റൈറ്റ് വിങ് ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കുകയാണ്. 2 tier പോലീസിംഗ്
തന്നെയാണ് യു കെയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചില വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ പോലീസ് വളരെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ചില വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് അവിടുത്തെ വൈറ്റ് പോപ്പുലേഷനൊക്കെ പോലീസ് വളരെ ഹാർഷായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വിവേചനം പോലീസിൻ്റെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നതിനാണ് 2 tier പോലീസിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വാദം അവർ മുന്നോട്ട് വെക്കുകയാണ്. അതിനൊരു ഉദാഹരണമായിട്ട് അവർ പറയുന്നത്, ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രോ പലസ്തീൻ പ്രൊട്ടസ്റ്റുകളും യു കെയുടെ പല ഭാഗത്തും നടന്നപ്പോൾ അവരൊക്കെ ലീനിയൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പോലീസ് കൊടുക്കുകയും അതിനെതിരെ യു കെയിലെ ആളുകൾ കൗണ്ടർ പ്രൊട്ടസ്റ്റുകൾ നടത്തിയപ്പോൾ പോലീസ് അതിനെ വളരെ ഹാർഷായിട്ട് നേരിട്ടു എന്നുള്ളതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചുള്ള ഒരു ആരോപണം. അപ്പോൾ ഈ തരത്തിലെല്ലാം ഫാർ റൈറ്റ് വിംഗ് ഗ്രൂപ്പുകളുടെ ഇടയിൽ പലതരത്തിലുള്ള കഥകൾ പരന്ന് നടക്കുന്ന ഒരു സമയമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ജൂലൈ 29-ാം തീയതി വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം യു കെയിൽ നടക്കുന്നത്. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി അവിടുത്തെ ഒരു ഡാൻസ് സ്കൂളിൽ ആക്രമണം നടത്തുകയും 6 വയസ്സിനും 9 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 3 പെൺകുട്ടികളെ കുത്തി കൊലപ്പെടുത്തുകയും 10ഓളം പേരെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ യു കെയിൽ അടുത്തിടയ്ക്ക് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത് എന്ന് കാണാം. ഉടനെ തന്നെ അവിടുത്തെ നിയമ സംവിധാനത്തിന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും ഇയാൾക്ക് 17 വയസ്സ് മാത്രമുള്ള ഒരു മൈനർ ആയതുകൊണ്ട് അവിടുത്തെ നിയമപ്രകാരം അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫാർ റൈറ്റ് വിംഗ് ഗ്രൂപ്പുകളും റീഫോം യു കെ പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ രംഗത്ത് വന്നിട്ട് പറയുകയാണ്, ഈ കേസിലെ പ്രതി, ഇവിടുത്തെ കൊലപാതകി എന്ന് പറയുന്നത് ഒരു ഇമിഗ്രൻ്റ് ആണ്, അയാളെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്, അതുകൊണ്ടാണ് ഇയാളുടെ വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നുള്ളൊരു വാദമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് പല വ്യാജ വാർത്തകളും ഓൺലൈൻ മീഡിയ പോർട്ടലുകൾ പുറത്തുവിടുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാത്രം യു കെയിൽ എത്തിച്ചേർന്ന അഭയാർത്ഥിയായ അലി അൽ ഷക്കാത്തി എന്ന ആളാണ് ഈ കൊലപാതകി അല്ലെങ്കിൽ ഈ കേസിലെ പ്രതി എന്നുള്ള രീതിയിലാണ് ഈ വ്യാജ വാർത്തകൾ പരക്കാൻ തുടങ്ങിയത്. ഉടനടി തന്നെ പല ഫാർ റൈറ്റ് വിംഗ് ഗ്രൂപ്പുകളും ഈ വാർത്ത ഏറ്റെടുക്കുകയും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുകയും ചെയ്യുന്നു. സോ ഓൾറെഡി ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻറ്റ് യു കെയിൽ ഉണ്ടായിരിക്കുകയും ഇതുപോലെയൊരു പ്രശ്നത്തിലെ പ്രതി ഇങ്ങനെ ഒരാളാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പരക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം യു കെയുടെ പല ഭാഗങ്ങളിലും ഉയർന്നു വരുന്നു. ആ പ്രതിഷേധങ്ങളൊക്കെ പല സമയത്തും അക്രമാസക്തമാകുന്നു. ഈ പ്രതിഷേധക്കാർ ചേർന്നുകൊണ്ട് ഒരു മോസ്കിൻ്റെ കെട്ടിടം ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ ചെറിയ യു കെയിലെ പോപ്പുലേഷൻ്റെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടത്തുന്നത്. യു കെയിലെ ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും ഈ ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻറ്റിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അമ്മ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകരുത് എന്നുള്ള ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തുന്നു. അതുപോലെ തന്നെ ഈ മോസ്ക് തകർത്ത സ്ഥലങ്ങളിലെ സാധാരണക്കാരായ യു കെ സിറ്റിസൺസ് ഈ മോസ്ക് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം മുന്നോട്ട് വെക്കുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രതിഷേധം ഇത്തരത്തിൽ അക്രമാസക്തമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ യു കെ ഗവൺമെൻറ് യഥാർത്ഥ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുകയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഡാൻസ് സ്കൂളിൽ ആക്രമണം നടത്തുകയും പെൺകുട്ടികളുടെ കൊലപാതകം നടത്തുകയും ചെയ്ത കേസിലെ പ്രതി ഒരു അഭയാർത്ഥി അല്ല എന്ന് മാത്രമല്ല, ആക്സൽ റോഡക്കുബാന എന്ന ഈ 17 വയസ്സുകാരൻ യു കെയിലെ വെയിൽസിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇയാളുടെ പേരൻസ് ഒരുപാട് കാലം മുന്നേ റുവാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്ത് നിന്ന് യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഗവൺമെൻറ് പുറത്തുവിട്ടത്. മാത്രമല്ല ഇസ്ലാം മതവുമായിട്ടോ ഒരു ഇസ്ലാമിക സംഘടനയുമായിട്ടോ ഇയാൾക്ക് ഒരു ബന്ധവുമില്ല. മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ഇയാൾ ആ മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടും ഗവൺമെൻറ് പുറത്തുവിട്ടു. അപ്പോൾ ഈ രീതിയിൽ സത്യാവസ്ഥ പുറത്തു വന്നുവെങ്കിലും സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകത്തിൻ്റെ പകുതി ദൂരം സഞ്ചരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ഫേക്ക് ന്യൂസ് എല്ലാ സ്ഥലങ്ങളിലും സ്പ്രെഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടസ്റ്റേഴ്സ് പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. അവരവരുടെ ആക്രമണം കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കലാപങ്ങൾ തടയാൻ വന്ന ഏകദേശം 53ഓളം പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു. പോലീസ് വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുന്നു. മാത്രമല്ല യു കെയിലെ 2 ഹോളിഡേ ഇൻ ഹോട്ടലുകൾക്കെതിരെ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസൈലം സീക്കേഴ്സായിട്ട് യു കെയിലേക്ക് വരുന്ന ആളുകളുടെ ഫയലിൽ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുന്നിടം വരെ അവരെ താമസിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 ഹോട്ടലുകളാണ് ഈ ഹോളിഡേ ഇൻ ഹോട്ടലുകൾ. അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഈ ഹോട്ടലുകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെൻറ്റിന് കൂടുതൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കൗണ്ടർ പ്രൊട്ടസ്റ്റുകൾ നടത്തുകയാണ്. അതായത് ഈ പ്രൊട്ടസ്റ്റുകളുടെ ഭാഗമായി ഇമിഗ്രൻസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ മറു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പല സ്ഥലങ്ങളിലും സമാധാനപരമായിട്ടാണ് ഈ പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും 2 പ്രതിഷേധക്കാർ തമ്മിൽ കൂട്ടുമുട്ടുകയും അവർക്കിടയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു. ഇതിനെ തടയാൻ വേണ്ടിയിട്ട് പോലീസും മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ യു കെയിലെ വയലൻസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് യു കെയിൽ ഒരു ആൻറ്റി ഇമിഗ്രൻ്റ് പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നത് എന്നും അത് വയലൻ്റായി മുന്നോട്ട് പോകുന്നതിന് കാരണം എന്താണെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ യു കെയിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തലവേദന സൃഷ്ടിക്കുകയാണ്.
അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അധികാരത്തിലേക്ക് വന്നിട്ട് 1 മാസം തികയുന്നതേ ഉള്ളൂ. ഉടനെ തന്നെ ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ സമാധാനപരമായി ഈ പ്രൊട്ടസ്റ്റ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മേലെയുള്ള വലിയ ചുമതലയാണ് എന്ന് കാണാം. 3 പ്രധാന പ്രശ്നങ്ങളാണ് UK ഗവൺമെൻറ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രശ്നം UK മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ മറ്റു 2 പ്രശ്നങ്ങൾ ഈ ഇമിഗ്രൻ്റ് ഇഷ്യൂ മറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ UK മാത്രം ബാധിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ കലാപങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് UK ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും നമുക്ക് മനസ്സിലാവും. UKയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ടുള്ള കിയർ സ്റ്റാർമർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഈ പ്രതിഷേധങ്ങളെ ഒന്നും വെറും പ്രതിഷേധങ്ങളായി കാണാൻ കഴിയില്ല, തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ ഓർഗനൈസ് ചെയ്ത് നടത്തുന്ന ആസൂത്രിതമായി നടത്തുന്ന കലാപങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ ഭാഗമാകുന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ UK ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് ഈ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം 500-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കലാപത്തിനെതിരെ നടപടിയെടുത്ത് UK സമാധാനം കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാർ റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല ഇമിഗ്രൻ്റ് പോപ്പുലേഷൻ ഇവിടെ കൗണ്ടർ പ്രൊട്ടസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്തും സമരം നടത്തി ആക്രമണം നടത്തിയവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കണം. ഏതെങ്കിലും ഭാഗത്തുള്ള ആളുകൾക്കെതിരെ ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ 2 ടയർ പോലീസിംഗ് ആണെന്നുള്ള ഒരു ആരോപണം മുന്നോട്ട് വരാനും അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലാപങ്ങളൊക്കെ നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്താൽ ഇടാൻ UK ജയിലുകളിൽ സ്ഥലമില്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ തമാശയാണ് എന്ന് തോന്നുമെങ്കിലും UK ഇപ്പോൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസിസാണ് അവിടുത്തെ പ്രിസൺ ക്രൈസിസ് എന്ന് പറയുന്നത്. സോ ഈ കലാപകാരികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എവിടെ തടവിലാക്കും എന്നുള്ള വലിയൊരു ചോദ്യം UK ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് UK ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള മറ്റ് 2 ചുമതലകൾ എന്തൊക്കെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലായിടത്തും കോമൺ ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള 2 പ്രശ്നങ്ങൾക്കാണ് UK ഗവൺമെൻറ് ഇവിടെ ഉത്തരം കണ്ടെത്തേണ്ടത്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ദുരുപയോഗമാണ്. ഇത്രയും വലിയ കലാപവും പ്രതിഷേധവും എല്ലാം UK നടക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഓർഗനൈസ് ചെയ്യപ്പെടുന്നത് ട്വിറ്റർ അല്ലെങ്കിൽ X, അതുപോലെ തന്നെ ടെലഗ്രാം, വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് എന്ന് കാണാം. അപ്പോൾ ഇതിനെ എങ്ങനെ ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ സത്യമായിട്ടുള്ള വാർത്തയും വ്യാജമായിട്ടുള്ള വാർത്തയും സോഷ്യൽ മീഡിയയിലുള്ളപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ എപ്പോഴും വ്യാജ വാർത്തയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക. അത് സോഷ്യൽ മീഡിയ കമ്പനികളുടെ മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതത്തിൻ്റെയും കൂടെ പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻ്റ് ഉള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കൊക്കെയാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടുന്നത്. ഇപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരേ വിഷയത്തിൽ പല യൂട്യൂബ് ചാനലുകൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ വ്യൂവും ലൈക്കും കമൻറ്റും ഒക്കെയുള്ള ചാനലുകളുടെ വീഡിയോ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് സജഷനായിട്ട് വരിക. അപ്പോൾ അതുപോലെ തന്നെ UK ഈ കൊലപാതക കേസിലെ പ്രതിയുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് സത്യമായ വാർത്തയും വ്യാജമായ വാർത്തയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റുകൾ നടക്കുന്നത് ഈ വ്യാജ വാർത്തയ്ക്ക് താഴെ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എപ്പോഴും എത്തുന്നത് ഈ വ്യാജ വാർത്തയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കും എന്നുള്ളത് UK ഗവൺമെൻറ് മാത്രമല്ല ലോകത്തിലെ ഗവൺമെൻറ്റുകളും മറ്റ് ഏജൻസികളും എല്ലാം ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഇതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ എടുക്കുന്ന ചില പോളിസികളും പല സമയത്തും ഇത്തരം പ്രശ്നങ്ങളെ വഷളാക്കുന്നതിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാറുണ്ട്. ഇപ്പോൾ UK ഈ പ്രശ്നത്തിൻ്റെ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ഇസ്ലാം ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർ റൈറ്റ് വിങ് ഓർഗനൈസേഷൻ ഈ ഒരു പ്രശ്നത്തെ വഷളാക്കുന്നതിൽ കാര്യമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേതാവായിട്ടുള്ള ടോമി റോബിൻസൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ സൈപ്രസ് എന്ന രാജ്യത്തിലിരുന്നുകൊണ്ട് ഈ കലാപത്തിന് ഓർഗനൈസ് ചെയ്യുന്നതിനൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ വേർതിരിവുകളും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ ഇദ്ദേഹം നടത്തുന്നുണ്ട് എന്ന ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് 2018 ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ട്വിറ്റർ ബാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു നടപടി ട്വിറ്റർ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കമ്പനികൾ എടുക്കുന്ന ഈ രീതിയിലുള്ള നിലപാടുകളെ എങ്ങനെ ഗവൺമെൻറ്റിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇമിഗ്രേഷൻ പോളിസിയിലേക്ക് UK മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കും എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ്. ഈ ഫാർ റൈറ്റ് വിങ് ഗ്രൂപ്പുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. സോ ഇമിഗ്രൻസിനെയും അതുപോലെ തന്നെ ആ രാജ്യത്ത് ഇപ്പോൾ താമസിക്കുന്ന മറ്റാളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഇമിഗ്രേഷൻ പോളിസി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ UK ഇപ്പോൾ നടക്കുന്ന ആൻറ്റി ഇമിഗ്രൻ്റ് പ്രൊട്ടസ്റ്റുകളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയാണ് ആ പ്രൊട്ടസ്റ്റുകൾ വയലൻ്റായി മാറുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗ്രോത്ത് സ്കൂളാണ് നമുക്ക് വേണ്ടി ഇന്ന് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് അവരുടെ AI ആൻഡ് ChatGPT വർക്ക്ഷോപ്പ് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ലിങ്കുകൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.